ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ എന്ത് മിണ്ടാനാ ചേച്ചി? അവിടെ നിന്ന് മേടിക്കട്ടെ, അല്ലാതെ എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാനേ അവൾക്ക് പലവട്ടം വാണിംഗ് കൊടുത്തതാ. സൂര്യമംഗലത്തമ്മ വലിയ സ്ട്രിക്റ്റാ. അവരുടെ മുന്നില് അവളുടെ വിളയാട്ടൊന്നും പാടില്ലാന്ന്. എടാ, നീയേ ഈ ഈറ്റിലെത്തി പെറ്റി കിടക്കുന്ന പുലിയെ കണ്ടിട്ടുണ്ടോ? പിന്നെ പുലി പറ്റി കിടക്കുന്ന ലേബർ റൂമിലെ ഹെഡേഴ്സ് ആയിരുന്നല്ലോ ഞാൻ. പ്രസവിച്ചിറക്കുന്ന പുലിയെ കാണാൻ. എടാ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതല്ലേ, അതിന് നീ ഇങ്ങനെ ചൂടാവുന്ന എന്തിനാ? എക്സാമ്പിൾ ആണെങ്കിലും അല്പം ലോജിക്കുള്ള എക്സാമ്പിൾ ഒക്കെ പറയണ്ടേ? പുലിയെ നേരിട്ടുണ്ട് പുലി എന്നെ വച്ചേക്കോ? കടിച്ചു കേറില്ലേ? അത് പെറ്റി കിടക്കുന്ന പുലി. എടാ, അങ്ങനത്തെ പുലി പോലെയാ കലി വന്ന ഈ സരസ്വതി. അതാ ഞാൻ പറഞ്ഞേ. അവിടെ നിന്ന് കടിച്ചു കേറുവാ അമ്മച്ചി. പൊരിച്ചെടുക്കും. ആരെങ്കിലും ഒരാളെ കിട്ടാനേ കാത്തിരിക്കുക ആ സരസ്വതി അമ്മ. ഇവിടെ വന്നിട്ടേ ആദ്യമായിട്ട് കിട്ടുന്നൊരു ഏരയല്ലേ, കടിച്ച് കൊടയോ അവര്. അവളെ മുറിയിൽ കയറിയിട്ട് തിരിച്ചു വരുന്ന എനിക്കൊന്ന് കാണണം. ആ മോന്തയുടെ ഷേപ്പ് എങ്ങനെയായിരിക്കും അറിയാലോ. അമ്മമ്മ വരുമ്പോഴേ വാരി കോരിയെടുത്ത് പുന്നരിക്കുന്ന അവള് കരുതിയേ. സൂര്യമംഗലത്തെ സരസ്വതി അല്ലേ ആള്. രാജഭരണമൊക്കെ പോയിട്ടേ കാലങ്ങളായി. ഇപ്പോഴും കിരീടം വച്ച മഹാറാണിയാണെന്ന അവരുടെ ധാരണ. നമുക്ക് അവർക്കിട്ടൊരു ഇരുട്ടടി കൊടുത്താലോ അമ്മേ? ഇരുട്ടടിയോ? ആ, ഇരുട്ടത്ത് പതുങ്ങിയിരുന്ന് അവര് വരുമ്പോ തലക്കെട്ട് തന്നെ അടിക്കാം. എടാ, അതിനവര് ഇരുട്ടത്തുകൂടിയൊക്കെ വന്നിട്ട് വേണ്ടേ? അതൊന്നും പ്രാക്ടിക്കൽ അല്ല. അവർക്ക് നേരെയുള്ള കരുനീക്കങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചു വേണം. എങ്ങാനും അവര് തിരിച്ചറിഞ്ഞ നമ്മളെ കത്തിച്ചു കളയും ആ സ്ത്രീ. അവളവന്റെ മുറിയിലേക്ക് കയറിയോ അമ്മേ? ഇല്ല, പോകുന്നേ ഉള്ളൂ. എടാ, നീ വാ, നമുക്ക് പോയി നോക്കാം. കുട്ടി എത്തിയോ? നിക്ക് നിക്ക്, ഇവിടെ ഒരുങ്ങിയോന്ന് ഞാൻ ചോദിക്കട്ടെ. കുട്ടി കയറിക്കോളൂ. എത്ര വരെ പഠിച്ചു? BSc ഫിസിക്സ്. അവിടം കൊണ്ട് കോഴ്സ് അവസാനിപ്പിച്ചു? ഇല്ല, MScക്ക് ചേർന്നു. പഠിക്കാൻ തീരെ പോരല്ലേ? ഏത് കോളേജിലാ പഠിച്ചത്? ഇവിടെ സെന്റ് മേരീസില്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മനസ്സിലായി. ആര്? എന്റെ അമ്മമ്മ. ഇയാള് അമ്മയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അമ്മയെ കുറിച്ച് എന്താ അഭിപ്രായം? കാണാത്ത അമ്മയെ കുറിച്ച് എന്ത് ഒപ്പീനിയൻ പറയാനാ? അമ്മ ഒരു നമ്പരം മാത്രം. അച്ഛന് നിന്നോടത്ര ഇഷ്ടമല്ല അല്ലേ? ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ മനസ്സിലാ അതൊന്നും എന്നോട് പ്രകടിപ്പിക്കാറില്ല. ഇവിടെ മറ്റുള്ളവർക്കൊക്കെ നിന്നോട് ഇഷ്ടമാണ്. ആ, യാമിനി ചിരമിക്ക് എന്നെ ജീവനാ. ചെറിയച്ഛനും അപ്പൂനും അങ്ങനെയാ.
അംബികവർമ്മയ്ക്കോ? അമ്മായിക്ക് എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. എന്താ അതിന് കാരണം? അവരുടെ മകൻ ദീപകിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കി. എനിക്കിഷ്ടായില്ല. ഫ്രണ്ട്സൊക്കെ? എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. അതിലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് രാജു. അതവിടെ നിൽക്കട്ടെ. എന്തൊക്കെയാ ഇയാളുടെ ഭാവി സ്വപ്നങ്ങൾ? PG എടുക്കണം. പിന്നെ കല്യാണം കഴിക്കണം, കുടുംബജീവിതം നയിക്കണം, തുടരെ തുടരെ പ്രസവിക്കണം, അല്ലേ? ഭർത്താവ് പറയുന്നത് കേട്ട് കുഞ്ഞുങ്ങളെ വളർത്തി ജീവിക്കണം. ഇതൊക്കെയല്ലേ എല്ലാ പെണ്ണുങ്ങളും ചെയ്യുന്നത്. അങ്ങനെ മതിയെങ്കി മതി. തനതായൊരു പേഴ്സണാലിറ്റി നേടിയെടുക്കണമെങ്കിൽ മാറ്റി ചിന്തിക്കണം. ആണും പെണ്ണും തമ്മിൽ രൂപത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ലാതെ എന്ത് വ്യത്യാസം ഉള്ളത്? എന്നുവെച്ച് പെണ്ണ് ആണിനെ പോലെ നടന്നാ ഒരു ഭംഗി ഉണ്ടാവില്ല. ഒരല്പെങ്കിലും നാണോ ഇല്ലെങ്കിൽ പെണ്ണിനെ കാണാൻ എന്ത് ഭംഗിയാണുള്ളത്? അത് ശരിയാ. അയ്യോ, അറിയാതെ പുലമ്പിപ്പോയതാ. സോറി. ഫെമിനിസം ഒക്കെ ആവശ്യത്തിന് നല്ലതൊക്കെ തന്നെയാ. പക്ഷേ പെണ്ണിന് നിർബന്ധമായും വേണ്ടത് അച്ചടക്കമാണ്. പക്ഷേ നിനക്കാണെങ്കിൽ തീരെ അച്ചടക്കമില്ല. ചൊല്ലുവിളിയോടുകൂടി ഒരമ്മ വളർത്താത്തതിന്റെ എല്ലാ കുഴപ്പങ്ങളും ഞാൻ നിന്നിൽ കാണുന്നുണ്ട്. മോള് ഇത്ര നേരമായിട്ടും തിരിച്ചു വന്നില്ലല്ലോ ശേഖരേട്ടാ. അമ്മേ, ചവിട്ടി കൂട്ടുമായിരിക്കും അവളെ. ഓവർ സ്മാർട്ട് കളിച്ച ഇങ്ങനെ ഇരിക്കും. നീ എന്താ പ്രതാപ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഞാൻ എന്ത് മിണ്ടാനാ ചേച്ചി? അവളൊന്ന് മേടിക്കട്ടെ, അല്ലാതെ എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാനേ അവൾക്ക് പലവട്ടം വാണിംഗ് കൊടുത്തതാ. സൂര്യമംഗലത്തമ്മ വലിയ സ്ട്രിക്റ്റാ. അവരുടെ മുന്നില് അവളുടെ വിളയാട്ടൊന്നും പാടില്ലാന്ന്. അതിന് ഋതുമോൾ അവിവേകൊന്നും കാട്ടിയില്ലല്ലോ ചേച്ചി. കാണിച്ചില്ലെന്നോ? എന്താ ശേഖര, നിന്റെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? അകലെ